അപ്പം ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോവാണ്. കറി എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് ഇന്ന് പനീർ കറി ഉണ്ടാക്കാമെന്ന്. പനീർ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞു പനീർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കാൻ ആദ്യം ഗ്രീൻ പീസ് എടുത്തു. ഗ്രീൻ പീസും പനീർ ഒന്നിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പനീറും ഗ്രീൻ പീസ്. അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ കഴുകിയെടുത്തത് കുക്കറിനകത്ത് ഇട്ടു. വെള്ളമൊക്കെ ഇട്ട് 2-3 വിസിലടിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നമ്മൾ മുറിച്ചെടുത്തു. അപ്പോൾ ചേട്ടൻ അത് പനീർ കൊണ്ടുപോയിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചിടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ കുക്കു അവിടെ ഇരുന്ന് കളിക്കൊണ്ട് നടക്കുമായിരുന്നു അവളുടെ ഹെഡ്സെറ്റ് കൊണ്ട്. അപ്പോൾ ഈ 200 ഗ്രാമിന് 2 പനീർ ഉണ്ടായിരുന്നു. അങ്ങനെ 400 ഗ്രാമിന് പനീർ ക്യൂബ്സായിട്ട് ചേട്ടൻ നല്ലപോലെ മുറിച്ച് തന്നായിരുന്നു ക്യൂബ്സ് ആയിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ സവോളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് നല്ലപോലെ വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തുള്ളൂ. ഇനി കൊച്ചും കഴിക്കുന്നുണ്ടുള്ള അതാണ് എരിവ് കുറച്ച് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടിക്കകത്ത് നമ്മൾ ആദ്യമേ സവോള ഇട്ടു. സവോള നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട, ചുമ്മാ ഇച്ചിരി വാടി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ടു. തക്കാളി ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടു. ഉപ്പിടുമ്പം ഇച്ചിരി സോഫ്റ്റ് ആവും. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് തണുപ്പാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്യും, അതിൻ്റെ പേസ്റ്റ് പരുവം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം പേസ്റ്റ് ആയി കഴിയുമ്പോൾ ലൈറ്റ് ഓറഞ്ച് കളറിനെ പോലത്തെ പേസ്റ്റ് ആവും. അപ്പം പിന്നെ അതിനകത്ത് തന്നെ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ജീരകം ഇടും. കടുകല്ല ഇടുന്നത്. നമ്മൾ ജീരകം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് ചില്ലി 2 സ്പൂൺ ഇടും. അപ്പോൾ റെഡ് ചില്ലി ഇട്ടിട്ട് അപ്പം തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് അതിനകത്ത് ഇടും. അത് നമ്മൾ നല്ലപോലെ ഇളക്കി കഴിയുമ്പം അതിനകത്ത് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും. പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓറഞ്ച് കളർ ആദ്യം നമ്മൾ റെഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി നേരം മൂടി വയ്ക്കും. അതിന് പേസ്റ്റ് ഇച്ചിരി കുറുകാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് പനീർ ക്യൂബ്സ് ഇട്ട് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഇടും. പനീറും മട്ടറും അത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് നമ്മൾ അതിനെ നല്ലപോലെ ഇളക്കും, മിക്സാപ്പും. പിന്നെ അതിന് തന്നെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കും. പിന്നെ ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചിട്ടുണ്ട്. പനീർ കൂടി വേവാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് വയ്ക്കും. അത് മൂടി കഴിഞ്ഞിട്ട് വയ്ക്കും. അപ്പോൾ തന്നെ തുണി അലക്കാൻ ഉണ്ടായിരുന്നു. തുണി അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ട് കൊച്ചിൻ്റെ യൂണിഫോം എൻ്റെ യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമ്മളെ പനീർ കറി റെഡിയായി. നമ്മൾ ഗരം മസാല വെച്ച് അതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല സ്മെല്ലും മണമൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിനത് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചാനലിനെ സപ്പോർട്ട് നല്ലപോലെ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ആവശ്യമുണ്ട്. ടാറ്റാ, ബൈ.